അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള നടിമാരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ വാങ്ങിക്കുന്ന സാലറി, അത് കൂടാതെ അവരുടെ നെറ്റ്വർത്ത്, അവരുടെ ടോട്ടൽ ആസ്തി എത്രയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കീർത്തി സുരേഷ് മലയാള സിനിമയിൽ അധികം അഭിനയിക്കുന്നില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടിയാണ് കീർത്തി സുരേഷ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 1 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയാണ്. അവരുടെ ആസ്തി എന്ന് പറയുന്നത് 41 കോടി രൂപയാണ് കീർത്തി സുരേഷിൻ്റെ ആസ്തി വരുന്നത്. അടുത്തതായി നസ്രീൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കല്യാണം കഴിഞ്ഞതോടുകൂടെ സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിക്കുകയും അത് വമ്പൻ വിജയമായി തീരുകയും ചെയ്തു. നസ്രിയ ഒരു സിനിമക്കായി വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ്. നസ്രിയയുടെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 24 കോടി രൂപയുടെ ആസ്തിയാണ് നസ്രിയക്കുള്ളത്. അത് അവരുടെ മാത്രമാണ്. ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവരുടെ ഹസ്ബൻഡ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ കൂട്ടാതെ ഉള്ള നസ്രീൻ്റേതായിട്ടുള്ള ടോട്ടൽ നെറ്റ് വർത്താണ് 24 കോടി രൂപ. അടുത്തതായി നിത്യ മേനോൻ ഇപ്പോൾ തൽക്കാലം നമ്മുടെ മലയാള സിനിമയിൽ സജീവമല്ല എങ്കിൽ പോലും തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു നായികയാണ് നിത്യ മേനോൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് നിത്യ മേനോൻ ഒരു സിനിമക്കായി വാങ്ങിക്കുന്നത്. അവരുടെ നെറ്റ്വർത്ത്, അവരുടെ സ്വത്ത് വിവരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50 കോടി രൂപയാണ് അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അടുത്തതായി അമല പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, ഹിന്ദി, തെലുങ്ക് ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ളൊരു നായികയാണ്. ഒട്ടുമിക്ക മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അഭിനയിച്ചതെല്ലാം നായികയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളതും. അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നായികയാണ് അമല പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് അമല പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ അടുത്ത കാലത്ത് ഇപ്പോൾ 2-3 സിനിമകൾ അമല പോൾ ചെയ്തിരുന്നു. അത് വലിയ ചില പടങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയെങ്കിലും ചിലത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 32 കോടി രൂപയാണ് അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അടുത്തതായി പ്രിയാമണി ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് സജീവമായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊരു സിനിമയിൽ മോഹൻലാലിൻ്റെ നേരെന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. നായികയായി എന്ന് പറയാൻ പറ്റില്ല, സഹനായികയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. അവർ അത്യാവശ്യം തമിഴ്, ബാക്കിയുള്ള ഭാഷകളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു നായിക കൂടിയാണ്. അവർ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെയാണ് ഒരു സിനിമക്കായി അവർ വാങ്ങിക്കുന്നത്. അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 60 കോടി രൂപയാണ് അവരുടെ ടോട്ടൽ സ്വത്തുക്കളുടെ വാല്യൂ. അടുത്തത് മമിത ബൈജു ഇപ്പോൾ കേരളത്തിലെ അത്യാവശ്യം നല്ലൊരു ജൂനിയർ സ്റ്റാർ വാല്യൂ ഉള്ളൊരു കുട്ടിയാണ് മമിത ബൈജു. അവർ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സഹനടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ അത്യാവശ്യം നല്ല ശ്രദ്ധേയമാവുകയും അതുപോലെ തന്നെ വമ്പ ഹിറ്റാവുകയും ചെയ്ത ഒരു സിനിമയാണ് പ്രേമലു. ഇതിനു മുന്നും ഒരുപാട് സിനിമകളിൽ മലയാളത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പം തന്നെയാണ് അവർ ഒരു സിനിമക്കായി വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജൂനിയർ ആയിട്ടുള്ള സ്റ്റാർ വാല്യൂ കുറവായിട്ടുള്ളവർ വാങ്ങിക്കുന്നതിലും ഇരട്ടിയാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു സിനിമക്കായി വാങ്ങിക്കുന്നത് 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് മമിത ബൈജുവിൻ്റെ സാലറി എന്ന് പറയുന്നത്. അവർ സാധാരണ രീതിയിൽ കുറച്ച് സീനിയറായിട്ടുള്ള നായികമാർ വാങ്ങിക്കുന്ന സാലറിയാണ് അവർ വാങ്ങിക്കുന്നത്. അടുത്തതായി മഞ്ജു
മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പഴയകാല നടിയാണ്. പക്ഷേ അവർ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ നടിമാരോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നായിക കൂടിയാണ് മഞ്ജു വാര്യർ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, തർക്കമില്ലാത്തൊരു കാര്യം കൂടിയാണ്. മഞ്ജു വാര്യർ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് മഞ്ജു വാര്യർ വാങ്ങിക്കുന്നത്. അവരുടെ ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 142 കോടി രൂപയാണ് മഞ്ജു വാര്യരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് കല്യാണി പ്രിയദർശൻ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോക സിനിമയിലൂടെ വമ്പ ഹിറ്റായ സിനിമ എന്ന് വേണം പറയാൻ. അതിലൂടെ കല്യാണി തൻ്റെ പ്രകടനം അടിപൊളിയായിട്ട് കാഴ്ചവെച്ചു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും സിനിമ കണ്ട ആളുകളുമായിരിക്കാം. അവർ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് 35 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് കല്യാണി പ്രിയദർശൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന സാലറി. അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 5 കോടി രൂപയാണ്. ഇത് ഈ ലോക സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു കണക്കാണ്. പക്ഷേ അടുത്ത ഒരു സിനിമ വരുമ്പം അല്ലെങ്കിൽ അവർ അടുത്തൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ ഒരിരട്ടി കൂടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്.